സോ അയർലൻഡിലേക്ക് വീണ്ടും ഒരു ഇന്റർനാഷണൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലിമറിക്കിലേക്കാണ് HSC ഹോസ്പിറ്റലിലേക്ക് ഒരു വാക്കൻസി ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഇന്റർവ്യൂസ് എല്ലാം തന്നെ ജനുവരി 2026 എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. വളരെ റയർ ആയിട്ടാണ് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് കുട്ടികളാണ് OET കഴിഞ്ഞ് അയർലൻഡിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് DL ഒക്കെ കിട്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്, മിസ് ചെയ്യരുത്. ഇനി പറയാൻ പോകുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കേൾക്കുക. ആൻഡ് വീഡിയോയുടെ അവസാനം പറയുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എത്രയും വേഗം തന്നെ നിങ്ങൾ അയക്കുക. ബിക്കോസ് ലിമിറ്റഡ് വാക്കൻസീസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്റർ നഴ്സസിനാണ് അല്ലെങ്കിൽ സ്ക്രബ് നഴ്സസിന്റെ വാക്കൻസീസ് ആണ് ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റിക്രൂട്ട്മെന്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാ കോസ്റ്റ് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ OETയുടെ ഫീസ് ആവട്ടെ, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് അയർലൻഡിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ഫീസ് ആവട്ടെ, ആ ചാർജസ് അവർ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ലിമറിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് സർവീസസ് കാര്യങ്ങളെല്ലാം അവർ കുറച്ച് ദിവസത്തേക്കുള്ളതായിരിക്കും അവർ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് RCSയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫീസ് അവർ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ NMBയുടെ ഫീസ് അവർ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ടോ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സിന് നിങ്ങൾക്ക് ഫീസ് ആയിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫ്രീ റിക്രൂട്ട്മെന്റ് പാക്കേജ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒട്ടും മിസ് ചെയ്യരുത്. കാര്യം ഇങ്ങനെയൊക്കെ വരുന്നത് ഈ ഒരു സമയത്ത് വളരെ റയർ ആണ്. അതുകൊണ്ടാണ് ഞാനും അത്ര എക്സൈറ്റഡ് നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വാട്സപ്പ് ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒട്ടും ഡിലേ ആക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഞങ്ങൾ എപ്പോഴും വീഡിയോ ഇടുന്ന സമയത്തും ഒരുപാട് കുട്ടികൾക്ക് ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയി കിട്ടാറുണ്ട്. അവരെല്ലാം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എലിജിബിലിറ്റി, അവരെ പറയുന്ന ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും അവർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു NMBയുടെ ഡിസിഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള OET അല്ലെങ്കിൽ IELTSന്റെ സർട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് അയർലൻഡ് സ്കോറും ആയിരിക്കണം എന്തായാലും. ഓക്കെ, നിങ്ങൾക്കറിയാം അയർലൻഡിൽ ക്ലബിംഗ് പോസിബിൾ അല്ല. പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് പറയുന്നത് ഒരു അക്യൂട്ട് ഹോസ്പിറ്റൽ സെറ്റിംഗിൽ മിനിമം ഓഫ് 5 years ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ അക്യൂട്ട് സെറ്റിംഗ് ഹോസ്പിറ്റൽ എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ NABH ഇന്ന അക്രഡിറ്റേഷനോ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ 200 ബെഡ് സ്ട്രെങ്തും ആയിരിക്കണം എന്നും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാക്കേജസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള CV, നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTSന്റെ സ്കോർ ഷീറ്റ്സ്, അതുപോലെ തന്നെ NMBയുടെ നിങ്ങളുടെ ഡിസിഷൻ ലെറ്ററിൻ്റെ പേപ്പർ വർക്ക്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ താഴെ കാണുന്ന ഇമെയിലോട്ട് ഇപ്പം തന്നെ അയച്ചു കൊടുത്തോ. ഒട്ടും ഡിലേ ആക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള പാക്കേജ് വളരെ റയറായിട്ടാണ് വരുന്നത്. അതും HSCയിലേക്കാണ് നിങ്ങൾ പോകുന്നതും. അപ്പോൾ ഇത്രയും നല്ലൊരു പാക്കേജ് മിസ് ചെയ്യരുത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇനിയും ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വാക്കൻസി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളാണ് നമ്മളിതിപ്പോൾ എൻറോൾ ചെയ്തിരിക്കുന്ന ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഈ റീസെൻ്റ് ആയിട്ട് HSCയിലേക്ക് ആവട്ടെ, അയർലൻഡിലേക്കുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആവട്ടെ, നഴ്സിംഗ് ഹോമിൻ്റെ ഇൻ്റർവ്യൂസ് ആവട്ടെ, നിരവധി കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുത്ത് പാസ്സായി പോയിട്ടുള്ളത്. അപ്പം അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ഇത്രയും ടൈറ്റ് ആയിരിക്കും എന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആ ഒരു പ്രിപ്പറേഷൻ എടുത്തത് കൊണ്ട് മാത്രം അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റിയ അവരുടെ ഇൻ്റർവ്യൂവിൽ. അവർക്ക് അത്രയും നല്ല ഫീഡ്ബാക്സും കമൻസും ഒക്കെയാണ് ഇൻ്റർവ്യൂ പാനൽസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സാഹചര്യത്തിൽ കിട്ടുക എന്ന് പറയുന്നത് അത്രയും വലിയ ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അതിന് പിന്നീടൊരു റിഗ്രറ്റ്, നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ട് മാത്രം, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന റിഗ്രറ്റ് വലുതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കുക. അതായിരിക്കും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക. ഒരുപാട് ഫ്രീ വീഡിയോസ് നമ്മുടെ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. അയർലൻഡിലാണെങ്കിലും NHSന്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിലും അതൊക്കെ നിങ്ങളൊന്ന് കാണുക. നമ്മൾ റീസെൻ്റ് ആയിട്ട് പാസ് ആയിട്ടുള്ള ഒരുപാട് അയർലൻഡിൻ്റെയും NHSന്റെ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയിട്ടുള്ള പിള്ളേരുടെ വീഡിയോസ്, അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ ഇൻസ്പിറേഷണൽ ജേർണി ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കാണുക ആദ്യം തന്നെ. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിലോട്ട് വന്നതെന്നും, അല്ലെങ്കിൽ ഇതേപോലത്തെ HSC ഇൻ്റർവ്യൂസ് ആവട്ടെ, NHSന്റെ ഇൻ്റർവ്യൂസ് ആവട്ടെ, അവരുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നും, അല്ലെങ്കിൽ നമ്മുടെ MNCയുടെ പ്രിപ്പറേഷൻ അവർ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്നും നമ്മളുടെ ഫാമിലിയിലുള്ള ഒരാളായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും ആ കഥകൾ കേട്ട് കഴിയുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ആ ഫീഡ്ബാക്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിൽ ഇടുന്നത്. വളരെ കുറച്ച് പേരാണ് അത് കാണുന്നത്, പക്ഷേ ആവശ്യമുള്ളവർ മാത്രമേ അത് കാണുള്ളൂ. അപ്പം നിങ്ങൾക്കത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നും എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർഡ് ആവണമെന്നും ആ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും. ഇൻ്റർവ്യൂസിന് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സെയിം ഇൻ്റർവ്യൂവിന് തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴേ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർക്ക് കിട്ടുമോ എന്ന് പോലും അറിയില്ല, പക്ഷേ അവർ പ്രിപ്പയർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻ കേസ് അവർ ഷോർട്ട് ലിസ്റ്റ് ആയാലോ ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എല്ലാം തന്നെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നാട്ടിലുള്ളവരാവട്ടെ, മിഡിൽ ഈസ്റ്റിലുള്ളവരാവട്ടെ, സൗദിയിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈക്വലി ഈ ഒരു ജോബ് കിട്ടാൻ അർഹതയുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പം കോമ്പറ്റീഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്ന കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള HSCയുടെ ഇൻ്റർവ്യൂസ് ആവട്ടെ, കമ്മ്യൂണിറ്റി പീഡിയാട്രിക് നഴ്സിംഗിലേക്കുള്ള ഇൻ്റർവ്യൂസ് ആവട്ടെ, നഴ്സിംഗ് ഹോംസിലേക്കുള്ള ഇൻ്റർവ്യൂസ് ആവട്ടെ,
ആ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള എനിക്കൊന്നൊരു 90% ആൾക്കാർ നമ്മളിത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. എല്ലാവരും എനിക്ക് ഒരുപോലെ ആയിരിക്കും പഠിപ്പിക്കാൻ പറ്റുക, പക്ഷേ നിങ്ങളുടെ എഫേർട്ട് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റെക്കോർഡ് സെഷൻസ്, അയർലൻഡിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കോർഡ് സെഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് ആക്സസ് ചെയ്യാം. സ്പെസിഫിക് ആയിട്ടുള്ള PDF റിസോഴ്സ് മെറ്റീരിയൽസും ലിറ്ററേച്ചേഴ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള മോക്ക് സെഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ, അതെല്ലാം നമ്മുടെ മാസ്റ്റർ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ, നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള 5 hours മാസ്റ്റർ ക്ലാസ് ഉണ്ട്, അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് കുറച്ചുകൂടെ പ്രിപ്പറേഷൻ വേണമോ, ഒരു മോക്ക് സെഷൻ എടുത്ത് എൻ്റെ സ്ട്രെങ്ത് എവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, എവിടേക്കാണ് ഞാൻ ഷാർപ്പൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ബിക്കോസ് ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ്സ് മാറുന്നതാവട്ടെ, നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് മാറുന്നതാവട്ടെ, നിങ്ങളുടെ നഴ്സിംഗിൻ്റെ കരിയർ പ്രോഗ്രഷൻ ആവട്ടെ, ഇതെല്ലാം ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറുകയാണ് മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ബിഗ്ഗർ പിക്ചർ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എടുക്കുക. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഫ്രീ വീഡിയോസ് കാണുക, അതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതെല്ലാം ഫ്രീ ഗ്രൂപ്പുകളാണ്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. വാട്സപ്പ് ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എക്സാക്ട്ലി നടന്നു പോകുന്നുള്ളൊരു ട്രെൻഡും, ഇത് പാസ്സായ കുട്ടികളും അതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ മാക്സിമം ഉള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യണം. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എനിക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നവരും ഇപ്പോൾ അയർലൻഡിലേക്കോ അല്ലെങ്കിൽ NHSലേക്കൊക്കെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ഇൻസ്റ്റാഗ്രാം പേജിലും വാട്സപ്പ് ചാനലിലും യൂട്യൂബ് ചാനലിലും ഒക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. കാര്യം ഒരുപാട് പേര് ചോദിക്കും ഇതേപോലെ എപ്പോഴാണ് റിക്രൂട്ട്മെൻറ്റ് വരിക, അപ്ഡേറ്റ് വരിക, എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ പേജസിലെല്ലാം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കാര്യം ഓരോരുത്തരായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് തിരിച്ച് റിപ്ലൈ ചെയ്യാനുള്ള സാവകാശമോ സമയമോ ഒട്ടും കിട്ടാറില്ല. പക്ഷേ എന്ത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ആവട്ടെ, എൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് ആവട്ടെ, എൻ്റെ കാര്യങ്ങളാവട്ടെ, എല്ലാം നമ്മുടെ പേജസിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി എന്തായാലും. ഓക്കെ, അപ്പോൾ ഫർദർ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീ സെഷൻസ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അയർലൻഡിൻ്റെ ആവട്ടെ, NHSൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാവട്ടെ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏജൻസീസാണ് ജെനുവിനായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന വീഡിയോസിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.